ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നെ? മറന്നുപോയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോ മറ്റൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ നമ്മൾക്ക് സംഭവിച്ചത്, നമ്മൾ ഒരു 1.5 വർഷം മുമ്പിലെ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് നമ്മൾക്ക് പൈസ കൊടുത്തല്ലാതെ, അതായത് നമ്മൾ ഈ മറ്റുള്ള വേറെയുള്ള കോഴ്സുകളെ ഒന്നിനെയും ആശ്രയിക്കാതെ നമ്മൾ കാശ് മുടക്കില്ലാതെ വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ഒരു പുതിയ ഒരു പ്രയോഗമായിട്ട് നമ്മളൊന്ന് പുറത്തു വന്നായിരുന്നു അല്ലേ? അതെന്തായിരുന്നു ഓർമ്മയുണ്ടോ? അതെ, അതാണ് ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്ന പേരിൽ നമ്മൾ തുടങ്ങി വെച്ച ആ ചാനൽ. പക്ഷേ ദൗർഭാഗ്യവശാൽ പാതി വഴിയിൽ അത് നിന്നുപോയി. മറ്റൊന്നുമല്ല, നമുക്ക് സാങ്കേതികമായ ചില തടസ്സങ്ങൾ, അത് സാങ്കേതികമായ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ സാങ്കേതികമായതുമല്ല, അത് ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരല്പം നാളത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്. ഇപ്പോൾ ഒത്തിരി പേര്, എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായതും ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തതിൻ്റെയും പിന്നിലുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ നമ്മൾ പോലും അറിയാതെ നമ്മളെ ശ്രവിച്ചു കൊണ്ടിരുന്ന കുറേ അധികം കൂട്ടുകാർ ഒമാനിലുണ്ടായിരുന്ന ആ കുടുംബം ഇങ്ങോട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ പേഴ്സണലായിട്ട് വിളിച്ചെന്നോട് ആവശ്യപ്പെട്ടു. ഞങ്ങളിവിടെ കേരളത്തിൽ നിന്നും സെറ്റിലായ ഫാമിലിയാണ്. ഞങ്ങൾ ഈ ക്ലാസ് കൃത്യമായി ശ്രവിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ ആയപ്പോഴേക്കും പോയതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ദയവ് ചെയ്ത് ആ ക്ലാസ് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴെനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി കേട്ടോ. ശരിയാണ്, നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം എവിടെ പോയാലും നമുക്ക് ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഇംഗ്ലീഷിലായിരിക്കും. നമ്മൾക്ക് മലയാളത്തിൽ മറ്റൊരിടത്ത് പോയി ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുവാൻ സാധിക്കുകയില്ലല്ലോ. അതെ, അത് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു തന്നെയായിരുന്നു. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറഞ്ഞ് നടത്താൻ നമുക്ക്. ശരിയാണ്, നമ്മുടെ ഭാഷയ്ക്ക് അതിൻ്റേതായ വിലയുണ്ട്. എങ്കിലും മറ്റുള്ള ഭാഷകളെ നമ്മളിപ്പോൾ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. അതാണ് ജർമ്മൻ പഠിക്കാൻ പോകുന്ന ഒരു കൂട്ടര്, ജപ്പാനിൽ പോകാൻ വേണ്ടിയിട്ട് ജപ്പാനികളുടെ ഭാഷ പഠിക്കുന്നു. അതുപോലെ ഏതെല്ലാം ഭാഷകൾ പഠിച്ചാണ് നമ്മളിപ്പോൾ ഒന്ന് ജീവിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നത്. അതിനിടയ്ക്ക് എവിടെ ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ആ കാര്യങ്ങൾ വെച്ച് തന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഈ ചാനൽ മുന്നോട്ടൊന്ന് കൊണ്ടുപോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ നമുക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ? അതെ, നമ്മൾ പഠിച്ച ആ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ, സെന്റൻസുകൾ ഉപയോഗിച്ച് തന്നെ. അതായത്, ഫോർ എക്സാമ്പിൾ, ഐ ഷാൽ ടെൽ യു വൺ തിങ് ടുഡേ. ഐ വാണ്ട്, എനിക്ക് വേണം, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതായിരുന്നു. അതുപോലെ ഈഫ് എന്ന വാക്കിന് എന്നതായിരുന്നു? എങ്കിൽ എന്നർത്ഥം പഠിച്ചായിരുന്നില്ലേ? അത് ഐ എന്നുള്ളത് ഇഫ് യു വാണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇഫ് യു വാണ്ട്, ലെറ്റ്സ് ഗോ ടുഗദർ, നമുക്ക് ഒരുമിച്ച് പോകാം. ലെറ്റ്സ് ഗോ ടുഗദർ, അത് നമ്മൾ പഠിച്ചതായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. ഇഫ് യു വാണ്ട് ലെറ്റ്സ് ഗോ ടുഗദർ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. അന്നേരം അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോകോ. അതാണ് നമ്മുടെ ഇതിൻ്റെ മീനിങ്. അതുപോലെയുള്ള നമ്മൾ സാധാരണ രീതിയിൽ നമുക്കതുപോലെ ബാക്കിയുള്ളവരോട് നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കേണ്ടതായിട്ട് വരാം. അതുപോലെ നമ്മൾ ചെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതായിട്ട് വരാം, ഒരു ആവശ്യം പറയേണ്ടതായിട്ട് വരാം. അങ്ങനെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന, ഓരോ ദിവസവും നമ്മൾക്ക് സംസാരിക്കേണ്ടി വന്നേക്കാവുന്ന കുറച്ച് വാക്കുകളുമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ലെറ്റ്സ് ഗോ ടുഗദർ ദിസ് ജേർണി. Once again, let's try. What is your opinion? Okay, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? I wish you all of your blessings to continue this. And അതിനു മുമ്പായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ചാനൽ നമ്മളിവിടെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഈ ന്യൂ കമേഴ്സും ഉണ്ട്, റിട്ടേണിങ് വ്യൂവേഴ്സും ഉണ്ട്. അതായത് കണ്ടിട്ട് ഇട്ടിട്ട് പോയവരും ഉണ്ട്, പുതിയതായിട്ട് വന്ന് ചേരുന്നവരുമുണ്ട്. ഇതിൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് ദെൻ ഇഫ് യു ലൈക്ക് ഇറ്റ് ഓൺലി you comment about it or like it. Okay, see you in the next video with more details about how to speak in English fluently without grammar mistake. Okay, see you in the next video. Till then, bye.